ഹായ്, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടീ കേക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ആർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടീ കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നമ്മളിവിടെ ഓവനൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ നല്ല അടികട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു തട്ട ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. അതായത് പ്രീ ഹീറ്റ് ചെയ്യണം നമ്മൾ ആദ്യമായിട്ട്. ഇതിൽ എന്തെങ്കിലും ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ, അടപ്പിൽ എന്തെങ്കിലും ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ എന്തെങ്കിലും ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ആ ചൂട് ആ പാത്രത്തിലേക്ക് ഇറങ്ങിക്കോട്ടെ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 1 കപ്പോളം പഞ്ചസാരയാണ്. അതും കൂടെ നമുക്ക് ഈ മുട്ടയുടെ കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല പതങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. എന്നിട്ടും നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോക്കോ അല്ലെങ്കിൽ ഒരു സ്പാറ്റുലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പോളം അരിച്ചെടുത്തിട്ടുള്ള മൈദപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ റെസിപ്പിയിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ കുറച്ച് ടൈറ്റാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പം നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 കപ്പോളം നല്ല ചൂടുള്ള പാലെടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ പാലിൽ അലിയിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബാറ്ററിലേക്ക് അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല ലൂസായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ബാറ്ററി നല്ല ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കോഴിമുട്ട ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു മുട്ടയുടെ സ്മെല്ല് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ മണം തീരെ ഉണ്ടാവില്ല. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലുള്ളതാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ ഈക്വലായിട്ട് ആവുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് മൈദ ഒന്ന് തൂകിയിട്ട് ബാക്കി വരുന്ന പൊടി ഒന്ന് തട്ടി കുടഞ്ഞെടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ നമുക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്ററും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് 2-3 പ്രാവശ്യം ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൊട്ടി കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പാത്രത്തിലേക്ക് നമ്മുടെ കേക്ക് ടിന് നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു 35 തൊട്ട് ഒരു 45 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി ഇതിലേക്ക് ഒരു സ്ക്യൂറോ കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കേക്ക് നല്ല പോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് തണുക്കാൻ വയ്ക്കുക. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് കണ്ടോ ഇതേപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് കമഴ്ത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നമ്മളെ പാത്രത്തിലേക്ക് തനിയെ വീണോളും. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മളുടെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള നമ്മുടെ ടീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. താങ്ക്